Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, start ചെയ്യാം നമുക്ക്. 26 വരെയല്ലേ മിസ് പറഞ്ഞത്? ഈ 27 തുടങ്ങി പറയണ്ടേ? Number of variations observed in mock drills. എന്താണ് mock drills? Mock drills എന്താ? എന്താ mock drills? എന്താണെന്നറിയോ? trials. Very good. Trials ആണല്ലേ? എന്താണ് mock drills? ഇവിടെ നിരീക്ഷിക്കുന്നത് എന്താണ്? mock drills എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു പ്രകൃതി ദുരന്തങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ഗ്യാസ് പൊട്ടിത്തെറിക്കല്, അതുപോലെ ഒരാൾക്ക് CPR ഒക്കെ കൊടുക്കില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ സ്കൂളിലൊക്കെ ആണെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അവര് മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. CPR കൊടുക്കുന്ന പോലെയുള്ള അനുകരണങ്ങൾ കാണിക്കാറില്ല, എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടേഴ്സിനൊക്കെ എന്താണ് പൊട്ടിത്തെറിക്കല് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് തീ അണയ്ക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള അനുകരണങ്ങളാണ് മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെ അണയ്ക്കാം, അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അത് കണ്ടിട്ട് പേടിച്ച് വിറച്ച് നിൽക്കാതെ അതിൽ നിന്ന് എങ്ങനെ തരണം ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള എന്താ പറയുന്നത് ഒരു അനുകരണമാണ് എന്ത് മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോ നമ്മളിവിടെ മോക്ക് ഡ്രിൽസ് നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ എണ്ണമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസ് നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ എണ്ണമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. നോക്കിയേ, mock drills is a simulation exercise of preparedness of any type of event. എന്താണ് സിമുലേഷൻ എന്ന് പറഞ്ഞാല്? അനുകരണം. അപ്പൊ നമ്മൾ ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംഭവം ഉണ്ടാകുമ്പോ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുകരണമാണ് mock drills എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി ആൻ ഇവന്റ് ഓർ എ ഡിസാസ്റ്റർ. ഒരു ദുരന്തമാവാം അല്ലെങ്കിൽ ഒരു സംഭവമാവാം. ദിസ് ഇസ് basically a trial run or preparedness drill. എന്താണ് ഒരു ട്രയൽ ആണ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇതൊരു റിയൽ വൺ അല്ല. എന്താണ് ഇപ്പൊ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിനെയാണ് മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ഫയർ മോക്ക് ഡ്രിൽസ് അല്ലെ, ഗ്യാസ് പൊട്ടിത്തെറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എക്സാമ്പിൾ ഫയർ മോക്ക് ഡ്രിൽസ്, അതുപോലെ ഡിസാസ്റ്റർ ഡ്രിൽസ്, കോഡ് ബ്ലൂ ഡ്രിൽസ്. എന്താണ് കോഡ് ബ്ലൂ? ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോഡ് ബ്ലൂ. എന്താണ് കോഡ് ബ്ലൂ? പഠിച്ചിട്ടില്ലേ നമ്മള്? കാർഡിയാക് അറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താണ് CPR കൊടുക്കുന്നത് കോഡ് ബ്ലൂവുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ എന്താണ് ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രില്ല്. എന്താ പറയുന്നത്? ആഗോളതലത്തിലുള്ള പകർച്ചവ്യാധികൾ അല്ലെ. പകർച്ചവ്യാധികളുടെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പകർച്ചവ്യാധികളുമായിട്ട് ബന്ധപ്പെട്ട് COVID-19 അല്ലെ, കോവിഡ്, അതുപോലെ നിപ്പയെ പടർന്നു പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പല ജില്ലകളിലും ഇതുപോലുള്ള മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്താണ് പറഞ്ഞത് മനസ്സിലായില്ലേ? മോക്ക് ഡ്രിൽസ് എന്തൊക്കെയാണ്? CPR കൊടുക്കുന്നത് സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രതിമനെ കിടത്തിയിട്ട് എങ്ങനെയാണ് CPR കൊടുക്കുന്നത് അവരനുകരിച്ച് കാണിക്കാറില്ലേ അതൊക്കെ. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് പൊട്ടിത്തെറിക്കുമ്പോ എങ്ങനെയാണ് അതിൽ തീ അണയ്ക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? സ്കൂളിലൊക്കെ പഠിച്ചപ്പോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. അതുപോലെ വീഡിയോസില് മോക്ക് ഡ്രിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മോക്ക് ഡ്രിൽസിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സാമ്പിൾ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ബെല്ലടിക്കും. ഓക്കെ.
അങ്ങനെ. അപ്പോ ഇനി എന്റെ ഫോർമുല അതിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ കയ്യില്? പ്രിന്റ് ഔട്ടിലുണ്ടോ ഫോർമുല? ഓക്കെ, മിസ് ഒന്ന് വായിക്കാം കേട്ടോ. മിസ്സിന്റെ പ്രിന്റ് ഔട്ടിൽ ഇല്ല, മിസ് ഒന്ന് വായിക്കാം. ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് വേരിയേഷൻ observation observed in a mock drill divided by number of observation made into 100. Clear ആണോ? കറക്റ്റ് ആയിട്ട് ഫോർമുല ഉണ്ടോ നിങ്ങളുടെ കയ്യില്? നമ്പർ കുറച്ചുള്ളൂ അല്ലെ? അപ്പൊ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ, മിസ് പറഞ്ഞു തരാം. ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ observed in a mock drill divided by number of observation made, M-A-D-E, made into 100. Total number of observation made into 100. എന്താ പറഞ്ഞത്? ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ. എന്താണ്? ഒരു മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ അതിൽ എത്ര എണ്ണമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മളിപ്പോ എന്താണ് ഒരു മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ എന്താണ് അനുകരണമാണല്ലേ കാണിക്കുന്നത്. പോലീസുകാരൻ എന്താണ് ആ പ്രതിമയില് CPR കൊടുക്കുന്നത് എങ്ങനെയാണ്? കൈവച്ച് അമർത്തുമ്പോ അല്ലെ, അങ്ങനെയല്ലേ CPR കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഒരാള് അനുകരിച്ച് കാണിക്കുകയും ബാക്കിയുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് CPR കൊടുക്കുന്നത് പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾ അനുകരിച്ച് കാണിക്കും. അതുപോലെ മറ്റുള്ള സ്റ്റാഫുകൾ അത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവര് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിരീക്ഷിക്കുമ്പോ എന്താണ് അതിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ചിലപ്പോ നമ്മള് 10 ഒബ്സർവേഷൻ കണ്ടു, 10 എണ്ണം കണ്ടു, പക്ഷെ 2 എണ്ണത്തില് എന്താണ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ വ്യത്യാസമാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫോർമുല നോക്കിയേ. ഒരു മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ അതിൽ എത്ര എണ്ണത്തിന് വ്യത്യാസം വരുന്നുണ്ട്? അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ്, നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ടോട്ടൽ എണ്ണം into 100. 10 എണ്ണം നമ്മള് മോക്ക് ഡ്രിൽ കണ്ടു, അതിൽ 2 എണ്ണം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ എന്താ ചെയ്യുന്നത്? നിരീക്ഷണത്തിൽ വ്യത്യാസം വന്നതിന്റെ നമ്പർ നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എഴുതും. ബാക്കിയുള്ളത് എത്ര എണ്ണമാണ് നമ്മൾ നിരീക്ഷിച്ചത്? 10 into 100. ക്ലിയർ ആയോ? ആണോ? Number of variations observed in mock drills. Okay. Doubt വരുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോക്കിയേ 28 കേട്ടോ. 28 patient fall rate. എന്താണ് fall എന്ന് പറഞ്ഞാല്? fall എന്താ? വീഴുക അല്ലെ, വീഴുക അല്ലെ. പേഷ്യന്റ് വീഴുന്ന റേറ്റ് ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. നോക്കിയേ, a fall is defined as loss of upright position that result in landing up on floor, ground, or an object or furniture or a sudden uncontrolled, unintentional, non-purposeful downward displacement of the body to the ground or hitting other objects like a chair or stair. എന്താ പറയുന്നത്? പേഷ്യന്റ് വീണ് കിടക്കുന്ന റേറ്റ് അല്ലെങ്കിൽ പേഷ്യന്റ് വീഴുന്ന റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാവാം പേഷ്യൻസ് വീഴുന്നത്? ചിലപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ ആ ഫ്ലോറിൽ എന്തെങ്കിലും തെന്നിക്കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചവിട്ടുന്നത് മൂലമാവാം. അല്ലെങ്കിൽ എന്താണ് അവിടെ ചെയർ തട്ടുന്നത് മൂലം, അല്ലെങ്കിൽ എന്താണ് ഫർണിച്ചർ തട്ടിയത് കൊണ്ടാവാം. അങ്ങനെ പെട്ടെന്ന് അവര് അൺഇന്റൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഇന്റൻഷണൽ
എന്താണ് മനഃപൂർവ്വമല്ലാതെ അവരെന്താണ് മനഃപൂർവ്വമല്ലാതെ അവർ പെട്ടെന്ന് അങ്ങനെ ചെയർ തട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഫർണിച്ചേഴ്സ് തട്ടിയത് കൊണ്ടൊക്കെ പെട്ടെന്ന് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വീഴുന്നതാവാം. അവര് അറിയാതെ വീഴുന്നതാണ്. ഓക്കെ ആണോ? ഇനി ഇറ്റ് ഈസ് ആൻ ഇവന്റ് ദാറ്റ് ends in a person come to rest unknowingly on the ground or floor or other lower level. അല്ലെ, പേഷ്യൻസ് അവിടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ഇങ്ങനെ അൺനോയിങ്ലി എന്നാണ്. എന്താണ് അൺനോയിങ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരറിയാതെ മനഃപൂർവ്വമല്ലാതെയുള്ള വീഴുന്നതിനെയാണ് നമ്മളിവിടെ ഈ പേഷ്യൻസ് ഫാൾ റേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ക്ലിയർ ആയോ? ചെയർ തട്ടിയോ അല്ലെങ്കിൽ ഫർണിച്ചർ തട്ടിയോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ എന്തെങ്കിലും കിടക്കുന്നത് മൂലം അതിൽ ചവിട്ടി തിന്നി വീഴുന്നതാവാം. ഓക്കെ ആണോ? ഇനി ഇതിന്റെ ഫോർമുല ഒന്ന് നോക്കിയേ. ഫോർമുല എന്താണ്? നമ്പർ ഓഫ് പേഷ്യൻസ് ഫാൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. എന്താണ്? എത്ര പേഷ്യൻസ് അവിടെ വീണിട്ടുണ്ട്, വീണ പേഷ്യന്റിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ്, അവിടെ ഹോസ്പിറ്റലിലുള്ള ടോട്ടൽ നമ്പർ പേഷ്യൻസ്, അതുപോലെ തന്നെ ഇൻടു 1000. ക്ലിയർ ആണോ? എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇനി എന്താ പറയുന്നത്? പേഷ്യൻസ് വീണതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ അവിടെയുള്ള മൊത്തം പേഷ്യൻസിന്റെ എണ്ണം ഇൻടു 1000. ആണോ? ഓക്കെ. ഇനി എന്താണ് 29 നോക്കിയേ. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. 1000 ആണ് കേട്ടോ. എന്റെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? ഇരുപത്തൊമ്പതാമത് നോക്കിയേ. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. എന്താണ് നിയർ മിസ്സസ് എന്ന് പറഞ്ഞാല്? ഇപ്പോ നിങ്ങള് റോഡിൽ കൂടെ പോകണം. റോഡിലൂടെ പോകുമ്പോ പെട്ടെന്ന് നിങ്ങൾ ഒരു വണ്ടി ഇടിക്കാൻ പോയി. പെട്ടെന്ന് നിങ്ങൾ നോക്കിയപ്പോ എന്താണ്? വണ്ടി ഇടിക്കാനായിട്ട് വന്നു. അപ്പൊ എന്താണ്? പെട്ടെന്ന് നിങ്ങൾ മാറും അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഓ, ആ വണ്ടി ഇടിച്ചാനെ ജസ്റ്റ് മിസ്സായി പോയി എന്ന് പറയാറില്ലേ? പറയാറുണ്ടോ? അല്ലെങ്കിൽ എന്താണ്? ഇപ്പൊ നിങ്ങള് വീടിന്റെ പുറത്തേക്ക് നടക്കുമ്പോ പെട്ടെന്ന് തലയിൽ തേങ്ങ വീണാൻ പോയി. പെട്ടെന്ന് നോക്കിയപ്പോ എന്താണ്? തേങ്ങ വീഴുന്ന സൗണ്ട് കേട്ട് നിങ്ങൾ പെട്ടെന്ന് മാറിപ്പോയി. അപ്പൊ എന്താണ്? ജസ്റ്റ് മിസ് അല്ലെ? ജസ്റ്റ് മിസ്സാന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ എന്താണ്? തേങ്ങ തലയിൽ വീണാനായിട്ട് ഞാൻ നോക്കിയത് കൊണ്ട് ആ സൗണ്ട് കേട്ടത് കൊണ്ട് ഞാൻ നീങ്ങിയപ്പോ, അല്ലെങ്കിൽ ജസ്റ്റ് മിസ്സായി എന്ന് പറയാറുണ്ടല്ലേ? അതാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. നോക്കിയേ. എ നിയർ മിസ് ഈസ് ആൻ അൺപ്ലാൻഡ് ഇവന്റ്. അല്ലെ, നമ്മള് മനഃപൂർവ്വം ആസൂത്രണം ചെയ്യാത്തൊരു ഇവന്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ സംഭവമാണ്. That did not end in injury, illness or damage but had the power to do so. എന്താണ് ഇത്? ഇങ്ങനെയുള്ള ഈ അൺപ്ലാൻഡ് ഇവന്റ് കൊണ്ട് ഇഞ്ചുറിയോ ഇൽനെസ്സോ അല്ലെങ്കിൽ ഡാമേജസോ സംഭവിക്കുന്നില്ല. പക്ഷെ എന്തുണ്ട്? അതിന് ഇഞ്ചുറി, ഇൽനെസ് അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാക്കാനുള്ള പവർ ഉണ്ട് അല്ലെ? വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഇഞ്ചുറി ഉണ്ടാവും അല്ലെ? അത് അങ്ങനെ അതാണ് അതിന് പവർ ഉണ്ടാക്കാനുള്ള അതിന് എന്താണ്? അങ്ങനെ ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്താണ് ഇൽനെസ്സോ ഡാമേജസോ ഉണ്ടാക്കാനുള്ള പവർ ഉണ്ട് എന്ന് പറയുന്നത്. Errors that did not result in perishing harm but could have can be classified as a near misses. എന്താണ്? ഇങ്ങനെ ഈ അൺപ്ലാൻഡ് ഇവന്റിന് പേഷ്യന്റിന് എന്താണ്? ഇഞ്ചുറിയോ ഇൽനെസ്സോ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ എന്താണ്? അതിന് അങ്ങനെ ഇഞ്ചുറി, മുറിവ്, ഗുരുതരമായിട്ടുള്ള പരിക്കുകള്, ഡാമേജസ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പവർ ഉണ്ട്. അങ്ങനെയുള്ള ഈ കാറ്റഗറിയെ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? നിയർ മിസ്സസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അതിന്റെ ഫോർമുല നോക്കിയേ. അവിടെ നമ്പർ ഓഫ് എന്നാണ് കേട്ടോ. കോമൺ വെട്ടിക്കളെ. നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻറ്റു ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇൻറ്റു 100. എന്താണ്?
എത്ര എണ്ണം നിയർ മിസ് ആയിട്ട് പോയിട്ടുണ്ട് അല്ലെ, നിയർ മിസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളുടെ ആകെ നമ്പർ, ആകെ എണ്ണം ഇൻറ്റു 100. ഓക്കെ ആണോ? എത്ര എണ്ണം നിയർ മിസ് ആയിട്ട് പോയിട്ടുണ്ട് അല്ലെ, ജസ്റ്റ് മിസ് ആയിട്ട് പോയിട്ടുണ്ട്, അപകടങ്ങളൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട്, അതേ ഡിവൈഡഡ് ബൈ ഇനി അവിടെ വരുന്ന ടോട്ടൽ ഇൻസിഡന്റിന്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ ഇൻസിഡന്റിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആണോ? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. ഇനി നോക്കിയേ 30th one നോക്കിയേ, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറഞ്ഞാല്? എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി? എന്താണ് നീഡിൽ? എന്താ അറിയില്ലേ നീഡിൽ എന്താന്ന്? സൂചി അല്ലെ, സൂചിയിൽ നിന്നുണ്ടാകുന്ന മുറിവ്, അതിനെയാണ് നമ്മൾ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഈസ് perforating stab wound from a needle that may result in exposure to blood or other body fluids. ഇങ്ങനെ ഈ നീഡിൽ സ്റ്റിക്ക് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ്, ചിലപ്പോൾ കത്തിയാവാം, കത്രികയാവാം അല്ലെ, ബ്ലേഡ് ആവാം, അങ്ങനെയുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ടോ എന്ത് സംഭവിക്കുന്നുണ്ട്? മുറിവുണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള മുറിവുണ്ടാകുന്നതിലൂടെ എന്താണ് പുറത്തേക്ക് വരുന്നത്? മുറിവുണ്ടാകുമ്പോൾ എന്താ പുറത്തേക്ക് വരാം? എന്താ പുറത്തേക്ക് വരാം? ബ്ലഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ബോഡി ഫ്ലൂയിഡ്സ് വരാറുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ സ്റ്റാബ് എന്ന് പറഞ്ഞാൽ സുഷിരമാണ് കേട്ടോ. എന്താണ് ഇങ്ങനെയുള്ള നീഡില് കൊണ്ടോ അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ടോ സുഷിരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. നമ്മുടെ കയ്യിലോ കാലിലോ എന്താണ് മുറിവുണ്ടാകുമ്പോൾ അവിടെ സുഷിരങ്ങളാണ് ഉണ്ടാകുന്നത്. ആ സുഷിരത്തിലൂടെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ആർ ഫൗണ്ട് caused by needles that accidentally puncture the skin അല്ലെ. എന്താണ് ഇങ്ങനെ ഉണ്ടാകുന്ന നീഡിൽ കൊണ്ട് നമുക്ക് എന്താണ് ആക്സിഡന്റലി ആയിട്ട് സംഭവിക്കുന്നതാവാം അല്ലെ, മനഃപൂർവ്വമല്ല. പെട്ടെന്ന് ചിലപ്പോൾ എന്താണ് അത് എടുക്കുമ്പോ അല്ലെങ്കിൽ ആ ബ്ലേഡ് ഒക്കെ എടുക്കുമ്പോ പെട്ടെന്ന് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ് ഇങ്ങനെയുള്ള മുറിവുകള്. ഓക്കെ ആണോ? ഇനി അതിന്റെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് parental exposure divided by number of inpatient days into 1000. എന്താണ് പാരന്റൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇങ്ങനെയുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ട് ഉണ്ടാകുന്ന മുറിവുകളെയാണ് പാരന്റൽ എക്സ്പോഷർ എന്ന് പറയുന്നത് കേട്ടോ. എനി ഇഞ്ചുറി കോസ്ഡ് ബൈ എനി ഷാർപ്പ് ഒബ്ജക്ട്സ്. ഓക്കെ, എഴുതി വെക്കണം അത്. എന്താണ് ഇങ്ങനെയുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ് വഴി അല്ലെങ്കിൽ നീഡിൽസ് ഒക്കെ കൊണ്ട് മുറിവുകൾ ഉണ്ടാകുന്നതിനെയാണ് പാരന്റൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് എത്ര ഇങ്ങനെയുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ട് എത്ര എന്താണ് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, അവിടെയുള്ള ഇൻപേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഇൻറ്റു 1000. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇൻസിഡന്റ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി റേറ്റ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നോക്കിയേ 31 നോക്കിയേ, appropriate handover during shift change to be done separately for doctors and nurse per patient per shift. എന്താണ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നഴ്സുമാരുണ്ടാവുമല്ലോ, അവരുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഷിഫ്റ്റിൽ ചേഞ്ച് വരുന്നത് എത്ര അവർക്ക് എന്താണ് ഡേ ഉണ്ടാവും, ഡേ ഷിഫ്റ്റ് ഉണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ഷിഫ്റ്റുകൾ മാറി മറിച്ചും പോവാൻ ചേഞ്ചസ് വരാൻ അതിനകത്ത്. അപ്പൊ അങ്ങനെ ഡ്യൂട്ടീസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എത്ര എണ്ണം നല്ല രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ലെ ഉചിതമായിട്ട് അവര് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കാറുണ്ട്.
ചെയ്യുന്നുണ്ട്. അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും. അവരുടെ ഡ്യൂട്ടീസ് ഉചിതമായ രീതിയിൽ എത്ര എണ്ണം ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഡൺ അപ്രോപ്രിയേറ്റ്ലി divided by total number of handover opportunities into 100. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി, ഉചിതമായിട്ട് എത്ര എണ്ണം ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് total number of handover opportunities. ഹാൻഡോവർ ചെയ്യുന്നതിനുള്ള അവസരങ്ങളുടെ, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവസരങ്ങൾ. ഹാൻഡോവർ ചെയ്യുന്നതിനുള്ള അവസരങ്ങളുടെ ടോട്ടൽ നമ്പർ into 100. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ പറഞ്ഞത്? 31ാമത്തെ ക്ലിയർ ആയോ? 31ാമത്തെ. ഓക്കെ. ഇനി 32 ട്ടോ, ലാസ്റ്റ് വൺ ആണ്. ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിലെ ലാസ്റ്റ് വൺ ആണ് 32. കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. എന്താണ് ഇവിടെ കംപ്ലൈന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ കംപ്ലൈന്റ്സ്? കംപ്ലൈന്റ്സ് എന്താ? പാലിക്കുക. വെരി ഗുഡ്. പാലിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് പാലിക്കുക എന്നാണ്. അപ്പോ ഈ മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടേഴ്സ് എഴുതുമല്ലോ, അവര് അതിനകത്ത് ആ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം എഴുതേണ്ടത്. അങ്ങനെയുള്ള പ്രൊസീജിയർ ആണ് ഇവിടെ ഉള്ളത്. ക്ലിയർ ആയോ? മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. അതാണ് അതിന്റെ പ്രൊസീജിയർ ആയിട്ട് വരുന്നത്. ഇനി എത്ര പേര് ആ പ്രൊസീജിയർ പാലിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഫോർമുല പറയട്ടെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഫോർമുല എന്താ? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് divided by number of total prescription into 100. എന്താണ്? എത്ര എണ്ണം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പ്രിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ട് അതിന്റെ ടോട്ടൽ എണ്ണം into 100. അപ്പൊ എന്ത് കിട്ടും? കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. അതിന്റെ റേറ്റ് നമുക്ക് അവിടെ കിട്ടുന്നു. ക്ലിയർ ആണോ? എന്താ പറഞ്ഞത്? മെഡിസിൻസിന്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം എന്നാണ് അതിന്റെ പ്രൊസീജിയർ. എത്ര പേര് അത് പാലിക്കുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അപ്പോ എന്താ പറഞ്ഞത്? അതിന്റെ ഫോർമുല എന്താ പറഞ്ഞത്? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡിവൈഡഡ് total number of prescription into 100. എന്താ പറയുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലെ, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് അതിന്റെ ടോട്ടൽ എണ്ണം into 100. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഇനി ഓക്കെ ആണോ? 32 എണ്ണം കറക്റ്റ് അല്ലേ? ഓക്കെ ആണ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി ജസ്റ്റ് ഫസ്റ്റ് തുടങ്ങിയ നടത്തിയ ഫോർമുല ഇമ്പോർട്ടന്റ് ഉള്ളത് ജസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. മാർക്ക് ചെയ്ത് ഫസ്റ്റ് തുടങ്ങിയെടുത്തോളൂ കേട്ടോ. എടുത്തോ? ഫസ്റ്റ് തുടങ്ങി. ഫസ്റ്റ് പേജില് 1 the time taken for initial assessment. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1. പിന്നെ ഫോർത്ത് വൺ മെഡിക്കേഷൻ എറർ റേറ്റ്. മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് ഫസ്റ്റ് പേജില് 1ഉം 4ഉം കിട്ടിയില്ലേ? 1 and 4th ഫസ്റ്റ് പേജില് കേട്ടോ. ഇനി രണ്ടാമത്തെ പേജില് 7th വൺ
percentage of unplanned return to OT. Then, ninth one, percentage of transfusion reactions. Then last, 10th one, standardized mortality ratio for ICU. 7th, 9th, 10th. കിട്ടിയോ? മാർക്ക് ചെയ്തോ? ഓക്കെ. ഇനി മൂന്നാമത്തെ പേജില് 14th one, ventilator associated pneumonia rate. 14th one. The last one is 16th one, surgical site infection rate. 16th and 14th. No. In next page, 17th one, hand hygiene complaints rate. 19th one, percentage of rescheduling of surgeries. Then 21, nurse patient ratio for ICUs and wards. Last one, 23, waiting times for diagnostics. 17th, 19th, 21, 23rd. Okay, though. Okay. The next page, 24, time taken for discharge. അത് മാത്രമേ ഉള്ളൂ ആ പേജിൽ. 24, time taken for discharge. ഇനി ലാസ്റ്റ് പേജില് 28, patient fall rate. 31, appropriate handover during shift change to done separately for doctors and nurse per patient per shift. Last one, 32, complaints rate to medication prescription in capitals. Last page lo nobody parayam, 28, 31, 32. Okay, ano? Okay. Just ഒന്ന് വായിച്ചു നോക്കി ഇപ്പോഴത്തെ ഈ ഫോർമുലാസ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാറില്ലേ? അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ് കേട്ടോ. ഫോർമുലാസ് പഠിക്കാം. കൊടുത്ത ഫോർമുലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ.
വായിച്ചു കഴിഞ്ഞോ ഫോർമുല? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? 32 ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. ഓക്കെ, നോക്കാം നമുക്ക് നെക്സ്റ്റ് പോർഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. The quality manager in hospital should support the quality assurance programs set at the hospital. എന്താണ് ഹോസ്പിറ്റലുകളില് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസിന്റെ സെൽ ഉണ്ടാവും. ആ സെല്ലിന്റെ മൊത്തമായിട്ട് പിന്തുണയ്ക്കുന്നതിനായിട്ട് ആരുടെ എന്ത് വേണം, സപ്പോർട്ട് കൂടി വേണമെന്നാ പറയുന്നത്. ക്വാളിറ്റി മാനേജറിന്റെ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ആൻഡ് ബി അക്കൗണ്ടബിൾ ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി procedures, standards and specification in hospital. ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ. ഇന്ന പർട്ടിക്കുലർ ടൈം പർട്ടിക്കുലർ കാര്യം പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഡ്യൂട്ടിയും ആരുടെയാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. എന്താ പറയുന്നത്? He or she must encourage quality improvement in all the process and procedure of hospital and share reports. Quality improvement ഒരു ഹോസ്പിറ്റൽ വേണമെങ്കിൽ എന്താണ്, നല്ല രീതിയിലുള്ള ക്വാളിറ്റി സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ, അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ, അതുപോലെ തന്നെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ റിപ്പോർട്ടുകളും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ഡ്യൂട്ടി ആരുടേതാണ്? അതുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലേക്ക് അതിന്റെ റിപ്പോർട്ടുകൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. പറഞ്ഞത് ക്ലിയർ ആണോ? എന്താ പറഞ്ഞത്? എന്താണ് ക്വാളിറ്റി അഷുറൻസ് അല്ലെ? ഹോസ്പിറ്റലിൽ എന്താണ് ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽസ് ഉണ്ട്. ആ സെല്ലിനെ പിന്തുണയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് ആരായിരിക്കണം? ക്വാളിറ്റി മാനേജർ ആയിരിക്കണം. അതുപോലെ തന്നെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. അതിനെയൊക്കെ ഡിസൈൻ ചെയ്യുകയും അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഇനി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്തണമെങ്കിൽ ക്വാളിറ്റിയുള്ള സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് റിപ്പോർട്ടുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഡ്യൂട്ടിയും ആരുടെ കടമയാണ്? ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? ഇനി നോക്കിയേ, കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ്. അതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് നോക്കി, 13 പോയിന്റ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. Ensuring good quality non-clinical service such as infection prevention, security, diets, etc. എന്താണ് നമ്മളൊരു ഹോസ്പിറ്റലില് നോൺ ക്ലിനിക്കൽ സർവീസ് ഉണ്ട്. എന്താണ് നോൺ ക്ലിനിക്കൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ക്ലിനിക്കൽ അല്ലാത്തതല്ലേ? എന്താണ് നോൺ ക്ലിനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ചികിത്സാപരമല്ലാത്ത അല്ലെങ്കിൽ എന്താണ് ക്ലിനിക്കൽ പരമല്ലാത്ത സർവീസുകളെയാണ് നോൺ ക്ലിനിക്കൽ സർവീസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അല്ലെ?
ഇൻഫെക്ഷൻ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ സെക്യൂരിറ്റിയുമായിട്ട്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നോൺ ക്ലിനിക്കൽ സർവീസിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ആ നോൺ ക്ലിനിക്കൽ സർവീസിന്റെ ക്വാളിറ്റി ഗുണനിലവാരം നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തേണ്ടതാണ്. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ നോക്കിയേ, എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്, OPD area, ward, labor room, OT and patient amenities and outside services. എന്താണ് OPD അല്ലെ, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, വാർഡ്, ലേബർ റൂം, അതുപോലെ എന്താ OT എന്താണ്, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ പേഷ്യന്റ് എമ്യൂണിറ്റീസ്. എമ്യൂണിറ്റീസ് എന്താ, എന്ത് എമ്യൂണിറ്റീസ്? സൗകര്യങ്ങൾ. വെരി ഗുഡ്, സൗകര്യങ്ങള്. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ്ഡ് സർവീസസ് അല്ലെ, നമ്മള് എന്താണ് ഹൗസ് കീപ്പിംഗിലൊക്കെ പഠിച്ചില്ലേ, എന്താണ് എക്സ്റ്റേണൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെടുന്നത്, അവർക്ക് കൊടുക്കുന്നത് ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടോ നമ്മള്? ഓർമ്മയുണ്ടോ? ഔട്ട്സോഴ്സ്ഡ് സർവീസസ് എക്സ്റ്റേണൽ ഏജൻസി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ ഇവർക്കൊക്കെ എന്ത് കൊടുക്കണം? നല്ല ക്ലീൻ സറൗണ്ടിങ്സ്, വൃത്തിയുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്തു കൊടുക്കണം. അതാരുടെ ഡ്യൂട്ടിയാണ്? ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ എന്താണ്, പീരിയോഡിക് ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്. എന്താണ് ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പീരിയോഡിക് ആയിട്ട് ഇവാലുവേഷൻ ചെയ്യാം, വിലയിരുത്താം. അതുപോലെ എന്താണ്, ആൻഡ് റീച്ച് അറ്റ് ദ സ്കോർ ഫോർ ഫെസിലിറ്റി. ഇതാണ് അവിടുത്തെ സേവനങ്ങള് സ്റ്റാൻഡേർഡ് സ്കോർസിലേക്ക് എത്തുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. നമ്മൾ പഠിച്ചില്ലേ, ഓരോ സ്റ്റാൻഡേർഡ്സിനും എന്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്? ഓരോ സ്കോർ വെച്ച് കൊടുക്കുന്നത്. ഓർമ്മയുണ്ടോ പറഞ്ഞ കാര്യങ്ങള്? കൊടുക്കാറുണ്ടോ? സ്റ്റാൻഡേർഡ്സിന് ഇന്ന സ്കോർ പഠിച്ചിട്ടുണ്ടോ നമ്മള്? അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സിലോട്ട്, ആ നിലവാരത്തിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതുപോലെ എന്താണ്, ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ്. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പിനെ പറയുന്ന മറ്റൊരു പേരാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, നീഡ് അനാലിസിസ് ഓർ നീഡ് അസസ്മെന്റ്. നീഡ് അനാലിസിസ് ഓർ നീഡ് അസസ്മെന്റ്. ഇനി ഗ്യാപ്പ് അനാലിസിസിന് എന്താണ്? ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട്, അവിടുത്തെ ആവശ്യങ്ങൾ വിലയിരുത്തി അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനെയാണ് എന്താണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞത്? ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് എന്താണ്? ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നീഡ് അനാലിസിസ്, നീഡ് അസസ്മെന്റ് എന്നും കൂടി അതിനെ പറയുന്നുണ്ട്. അതുപോലെ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ വിലയിരുത്തി അവരുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇനി വരാനിരിക്കുന്ന സർവീസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ രണ്ടും കൂടി അത് ചെക്ക് ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ്? ക്ലിയർ ആയോ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ്? ഓക്കെ, ഇനി എന്താണ്? ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കമ്പൈൻസ്. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിലെ പ്രധാനപ്പെട്ട ഇൻചാർജുകളായിട്ടുള്ള വ്യക്തികളുടെ മേൽനോട്ടത്തിൽ ഒരു എന്താണ് ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുകയും അത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ആക്ഷൻ പ്ലാനുകൾ കൃത്യമായിട്ട് ഹോസ്പിറ്റലുകാർ പാലിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. എന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ
ഹോസ്പിറ്റലുകളിലെ പ്രധാനപ്പെട്ട ഇൻചാർജുകളുള്ള വ്യക്തിയുടെ നേതൃത്വത്തിൽ നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യും. ആ ആക്ഷൻ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? പോയിന്റ് ഒക്കെ ആണോ? ഫോർത്ത് വൺ. ഇനി എന്താണ് ഫിഫ്ത്ത് വൺ നോക്കിയേ. Facilitate conduct of meeting related to quality certification. Quality certification agencies ആരൊക്കെയാണ്? Quality certification agencies എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓർമ്മയുണ്ടോ? ചാപ്റ്ററിൽ പഠിച്ചത് ഇതിനൊക്കെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഈ ചാപ്റ്ററില് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഏജൻസി എന്ന് പറയുമ്പോൾ വെരി ഗുഡ്, നാബ് അല്ലെ? നാബ്, അതുപോലെ തന്നെ എന്താണ് JCI അല്ലെ? JCI ഇതൊക്കെ എന്താണ്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഏജൻസി ആണ്. അപ്പൊ ആ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ തരണമെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ അവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത് ആരായിരിക്കണം? ഈ ക്വാളിറ്റി മാനേജർ ആയിരിക്കണം. എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത് അയാളുടെ ഡ്യൂട്ടിയാണത്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്? Ensuring that the hospital meet all regulatory complaints like PMW. എന്താണ് PMW? ബയോമെഡിക്കൽ പഠിച്ചിട്ടുള്ളതല്ലേ നമ്മള്? PMW എന്താ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ്. AERB എന്താ? റേഡിയോളജിയിൽ പഠിച്ചിട്ടുള്ളതല്ലേ? Atomic Energy Regulatory Board regulations, radiation license, etc. അപ്പൊ എന്താണ് ഈ AERB regulations അല്ലെങ്കിൽ AERB എന്ന് പറയുന്നത് എന്താണ്? ഒരു അതോറിറ്റി ആണ് അല്ലെ? റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ സ്കാനിങ് മെഷീൻസ് ഒക്കെ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ AERB-ന് എന്ത് വേണം? ഉത്തരവ് അല്ലെങ്കിൽ എന്താണ്? AERB പറയുന്നത് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കണം അത് സ്ഥാപിക്കേണ്ടത്. അതിന് ഉള്ള ലൈസൻസ് കൊടുക്കുന്നത് ആരാണ്? ഈ AERB ആണ്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കുമായിട്ട്, ബ്ലഡുകൾ സ്റ്റോർ ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ടുള്ള ലൈസൻസ്, അങ്ങനെ വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്നതിനായിട്ടുള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ഈ ലൈസൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്താണ്? ഇവർക്ക് ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ ആ നിയന്ത്രണങ്ങൾ ഇവര് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സിക്സ്ത് വൺ. ഓക്കെ. ഇനി എന്താണ്? സെവൻത് വൺ നോക്കി. കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ് ആൻഡ് ചൈൽഡ് ലൈൻ for its repair along with the AMC for all equipments. AMC എന്താ? Annual Maintenance എന്നാണ് കേട്ടോ. എക്സ്പാൻഡ് ഫോം ആണ് ആനുവൽ മെയിൻ്റനൻസ്. അപ്പോ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഡിവൈസസ് അല്ലെ, പ്രവർത്തനരഹിതമായിട്ടുള്ള ഡിവൈസസ് എന്ത് ചെയ്യുന്നത്? സമയബന്ധിതമായിട്ട് റിപ്പയർ ചെയ്യണം. എന്ത് വേണം അതിന്? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ റിപ്പയർസ് ചെയ്യാനായിട്ട്. നോൺ ഫങ്ഷണൽ ഡിവൈസസിനെ നമ്മൾ സമയബന്ധിതമായിട്ട് റിപ്പയർ ചെയ്യണമെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് വേണം റിപ്പയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ റെക്കോർഡുകൾ നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം. അതിന്റെ ഡ്യൂട്ടി ആർക്കാണ് കൊടുക്കുന്നത്? ക്വാളിറ്റി മാനേജർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ്? Planning and work out the modalities towards the upliftment and preventive maintenance of equipments and vehicles and modernization of hospital. എന്താണ് modalities എന്ന് പറഞ്ഞാല്? modalities എന്താ? modalities എന്താ?
രീതികൾ, നിയമ നടപടിക്രമം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൊറാലിറ്റീസ് എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങള്. അപ്പോ അവിടെ എന്താ പറയുന്നത്? അപ്ലിസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്ലിസ്റ്റ്മെന്റ് ഉന്നമനം. അപ്ലിസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്നമനം. ഓക്കെ. അപ്പോ എന്താണ്? ഹോസ്പിറ്റലിൽ കുറെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും, വെഹിക്കിൾസ് ഉണ്ടാവും അല്ലെ. അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ അല്ലെ. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നവീകരണം. ഇവയൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹോസ്പിറ്റലിന്റെ ഉന്നമനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വെഹിക്കിൾസ് അവിടെ ഇല്ലെങ്കിൽ എന്താണ്? നല്ല നിലവാരമുള്ള ഹോസ്പിറ്റലാണ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് വേണം. അതുപോലെ തന്നെ അവിടെ വെഹിക്കിൾസ് ആയാലും നല്ല രീതിയിൽ വേണം. അതുപോലെ തന്നെ എന്താണ്? നവീകരണം അല്ലെ. നല്ല സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ് പബ്ലിക്കിന്റെ ഇടയിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഗുണനിലവാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ആക്കാനായിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് പ്ലാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും ആരായിരിക്കണം? ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഇനി 9th വൺ നോക്കിയേ. To institute an effective grievances redressal system both for employees and the patients. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും എംപ്ലോയീസിനായാലും പരാതികൾ ഉണ്ടാവും അല്ലെ. അപ്പോ അങ്ങനെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള grievances redressal system സ്ഥാപിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ്? സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ. എന്താണ് MIS? എന്താ MIS? എന്താണ് MIS? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. KPI എന്താ? പഠിച്ചാണല്ലോ. 32 എന്താ അത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. അപ്പോ ഈ MIS-ഉം KPS ഒക്കെ മുതലായവയുടെ മുതലായവ നമ്മൾ എന്ത് ചെയ്യിക്കണം? ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ്? അതൊക്കെ എന്ത് ചെയ്യിപ്പിക്കണം? സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം അല്ലെ. ആ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കേണ്ട ആക്ഷനുകൾ എടുക്കുന്നത്, അതുപോലെ തന്നെ അവയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യേണ്ടതും ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. ഇനി 11th വൺ നോക്കിയേ. കോർഡിനേറ്റ് ആൻഡ് അസസിംഗ് അതോറിറ്റി. അതോറിറ്റിയെ അസസ് ചെയ്യുന്നതിൽ കോർഡിനേറ്റ് ചെയ്യണം അല്ലെ. എന്താണ് നമ്മൾ പറഞ്ഞു? എന്താണ്? സർട്ടിഫിക്കേഷൻ, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത് ആരാണ്? ഏജൻസി എന്ന് പറയുന്നത് ആരാണ്? NAB ഉണ്ട്, അതുപോലെ JCI ഉണ്ട് അല്ലെ. അപ്പോ അങ്ങനെയുള്ള ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് തരുന്നതിൽ അവർക്ക് എന്താണ്? നല്ല രീതിയിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല വിലയിരുത്തലിന് വരുമ്പോ എന്താണ്? എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടത് അല്ലെ. എല്ലാ കാര്യങ്ങളും നല്ല കോർഡിനേറ്റ്, എല്ലാ സ്റ്റാഫുകളായാലും അവിടുത്തെ എല്ലാ കാര്യങ്ങളായാലും കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടിയും ആരുടേതാണ്? ഈ ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? വിലയിരുത്തലിന് അവര് വരുമ്പോ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണെന്നാ പറയുന്നത്? ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ്? 12 നോക്കിയേ. Ensure the employees education on quality standards. എന്താണ്? ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുമായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടുത്തെ എംപ്ലോയീസ് അറിഞ്ഞിരിക്കണം. അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നോളജ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരുടെ കടമയാണ്? ക്വാളിറ്റി മാനേജറിന്റെ കടമയാണ്. ക്ലിയർ ആയോ? ഇനി എന്താണ്? ലാസ്റ്റ് വൺ നോക്കിയേ. 13th വൺ നോക്കിയേ. റെസ്പോൺസിബിൾ ഫോർ framing and organize the hospital committee. നമ്മൾ എന്താണ്? ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുമ്പോഴും നമ്മളൊരു ഹോസ്പിറ്റൽ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു.
ആ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഫ്രെയിമിങ്ങും അതുപോലെ തന്നെ അത് ഓർഗനൈസ് ചെയ്യുന്ന ഡ്യൂട്ടിയും ആരുടേതാണ്? ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? 13 പോയിന്റ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു കേട്ടോ. കംപ്ലീറ്റ് ആയി. പതിമൂന്ന് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ക്ലിയർ ആണോ? വായിച്ചു നോക്കിയോ. ഏതെങ്കിലും പോയിന്റ് പറയണോ? ഡൗട്ട് വരുന്നുണ്ടോ? മൂന്നാമത്തെ പോയിന്റ് എന്താണ്? നമ്മൾ പീരിയോഡിക്കലി ചെക്ക് ലിസ്റ്റ് പ്രകാരം, ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? അത് യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഹോസ്പിറ്റലിലെ എല്ലാ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യാം? വിലയിരുത്തണം അല്ലെ? പീരിയോഡിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? വിലയിരുത്താം, ഇവാലുവേഷൻ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? റീച്ച് എ സ്കോർ ഫോർ ഫെസിലിറ്റീസ്. എന്താണ്? അവിടുത്തെ സേവനങ്ങള് സ്റ്റാൻഡേർഡ് സ്കോറുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ എന്താണ്? ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലേ, ഓരോ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിന് പ്രത്യേകം സ്കോർ ഉണ്ടാവും. അപ്പൊ ആ സ്റ്റാൻഡേർഡിലേക്ക്, ആ സ്കോർ കൊടുക്കാനുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ആ നിലവാരത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ ആണോ? ഇനി ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വരുന്നുണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ, പുതിയ ചാപ്റ്റർ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പുതിയ ചാപ്റ്റർ. എല്ലാവരുടെ കയ്യിലും PDF ഇല്ലേ? PDF എടുത്ത് വെച്ചിട്ടില്ലേ? ഓക്കെ, താങ്ക് യു.